ഉമ്മ ഞാൻ പോവാട്ടോ ഓഫീസിക്ക്. ചായ എടുത്ത് കുടിച്ചു. ഇജ്ജ് രാവിലെ തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇജ്ജ് എന്താ കുടിച്ചാതെ പോണത്? ഞാൻ എടുത്ത് കുടിച്ചോളമ്മ. നിങ്ങള് കുടിച്ചാ? ഞാൻ കുടിച്ച്. ഞാൻ രാവിലെ തന്നെ വേഗം കുടിച്ച്. കണ്ടമാനം ഗുളികയും മരുന്നൊക്കെ കുടിച്ചാളല്ലേ. അതുകൊണ്ട് ഞാൻ നേരത്തെ ചായ കുടിച്ചാണ്ട് ആ ഗുളികൊക്കെയാണ് കുടിച്ച്. ഇജ്ജ് എന്തായാലും കുടിച്ചിട്ട് പോവാൻ നോക്ക്. അല്ല ഓൻ നീച്ചില്ലേ? ഓല് നീറ്റിക്കണ്, കുളിക്കാൻ പോയിക്കണ്. എന്നാ ഞാൻ ചായ എടുത്ത് കുടിച്ചിട്ട് പോട്ടട്ടാ. എന്നാ ഈ ചായ എടുത്ത് കുടിക്ക്, ഞാൻ അവിടെ ഉണ്ടാവും ട്ടാ. ആയിക്കോട്ടെ, എന്നാ നിങ്ങൾ അവിടെ പോയിരിക്ക്. അമ്മ എന്നാ ഞാൻ പോട്ടെ എന്നാല്. ആയിക്കോട്ടെ, ഈ എന്നാ പോയിക്കോ. അല്ല നിങ്ങൾ എന്ത് ഇവിടെ ഇരിക്കണ്? എന്ത് പറയാനാടി, എന്റെ കാലിന്റെ മുട്ടില് ഭയങ്കര വേദനയാണ്. അതാണെങ്കിൽ ഇത് മാറി കിട്ടണില്ല. എന്നാ ഞാൻ വന്നിട്ടേ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാ. ടൗണിലുണ്ട് നല്ലൊരു ഡോക്ടർ വന്നിട്ട്. എല്ലിന്റെ ഡോക്ടറെ തോന്നുന്നുണ്ട്. നമുക്ക് അതിനൊന്ന് കാണിച്ചാലോ എന്നാല്. ഞാൻ വൈകുന്നേരം വന്നിട്ട് പോവാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാത്തിനും ഇപ്പൊ ഡോക്ടറെ കാണിക്കാൻ നിന്നാ പിന്നെ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. ഞാനാണെങ്കിൽ ഗുളിക കുടിച്ച് കുടിച്ച് മടുത്തിരുന്നു. ഇനി ഡോക്ടറെ ഒന്നും കാണിക്കാൻ വെച്ചാ അതാണ് മാറിക്കോളും. ഇജ്ജ് പോവാൻ നോക്കിക്കോ, ഇനി നേരം വെക്കണ്ട അങ്ങനെ നിന്നിട്ട്. ആ പണികളൊന്നും എടുക്കണ്ടട്ടോ. ഇനിയിപ്പോ കുറച്ച് പണികളൊക്കെ ഞാൻ രാവിലെ ചെയ്ത് വെച്ചിരിക്കണം. ചോറും കറിയൊക്കെ കഴിക്കണല്ലോ. ഇനിയിപ്പോ എന്ത് തിരുമ്പാനല്ലേ ഉള്ളൂ. അത് ഞാൻ വന്നിട്ട് ചെയ്തോണ്ട്. നിങ്ങൾ ഇനി ഒന്നും ചെയ്യാൻ നിക്കണ്ടട്ടാ. പിന്നെ ആ മേലെ ആ പറമ്പിലൊന്നും അടിക്കാനും ഉണ്ട്. അതൊക്കെ ഞാൻ അടിച്ചോണ്ട് വന്നിട്ട് ഇനി കാലിന്റെ മുട്ടേറ്റ് ഉയർത്തോടത്ത് നിങ്ങൾ ചെയ്യണ്ട. ഇല്ല, ഞാൻ എടുക്കണില്ല. എന്നായിക്കോട്ടെ, എന്നാ ഞാൻ പോട്ടട്ടാ. നേരം കുറെ ആയിക്കും. ആയിക്കോട്ടെ, എന്നാ ഈ പോയിക്കോ. തമ്പുരാട്ടി കെട്ടിയൊരുക്കി പോവാ. ഇവിടെ പണികൾക്ക് ഞാൻ ഉണ്ടല്ലോ ഒരു വേലക്കാരത്തി. ഒരു കാലിന്റെ മുട്ടില് വേദന വെച്ചുകൊണ്ടാണ് എല്ലാ പണിയും എടുക്കുന്നത്. ഞാനും പോവാണ്. അനക്ക് ചായ ഒന്നും വേണ്ടേ? ഇജ്ജ് നീച്ച പാടാട് പോവുക. ചായ വേണ്ട, നേരം വൈകിക്കണ്. പിന്നെ എന്തിനാടാ ഓള് നേരം വെളുക്കുമ്പോ തന്നെ ഒക്കെ വെച്ചുണ്ടാക്കി വെച്ചിങ്ങാണ്ട് പോണത്? അനക്കാണെങ്കിൽ ഒന്ന് വാണ്ടേയിന്. ഇജ്ജ് എന്താച്ച കാട്ടിക്കോ. ആ ഒരു പെണ്ണ് പാവാണ്. അനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എന്നാ ചായയും കടി ഉണ്ടാക്കണ്ടെന്നൊരു വാക്ക് ഓളോട് പറഞ്ഞൂടെ? അത് പറയില്ല. നിങ്ങൾ കുടിച്ചില്ലേ ചായ? ഇക്കിപ്പൊ കിട്ടിയാലും ഇല്ലെങ്കിലൊക്കെ കണക്കാ. ഞാൻ കുടിച്ചാലും ഇല്ലെങ്കിലൊക്കെ കണക്കാണ്. പിന്നെ ആ ഗുളികയും മരുന്നും കുടിച്ചണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കുടിക്കുകയാണ് ഞാൻ. എന്താ നിങ്ങള് കാലിങ്ങനെ വീണ്? എന്ത് പറയാന, കാലിന്റെ മുട്ടൊക്കെ ഭയങ്കര വേദന. എണീച്ചിട്ട് ഒരടിയൊന്നും നടക്കാൻ വയ്ക്കണില്ല. നിങ്ങൾ എന്തിനാ ഈ പേരന്റെ ഉള്ളത്തെ പണിയൊക്കെ എടുക്കണത്? ഓള് വന്നിട്ട് ചെയ്യൂലേ? നിങ്ങൾ എന്തിനാ ആ ചെയ്യണേ? പെണ്ണ് പാവല്ലടാ. രാവിലെ നേരത്തെ നീച്ചിട്ട് ആ ഓഫീസിൽ പോവും. അവിടെ പോയിരുന്നാലും അത് വെറുതെ ഇരിക്കുന്നല്ലല്ലോ. അവിടെയും പണിയോളം എടുക്കുക തന്നെയല്ലേ. പിന്നെ അത് വന്നു കഴിഞ്ഞാല് പിന്നെ ഞാൻ അതിനിട്ടിട്ട് ഇങ്ങനെ ഇടങ്ങറാക്കുന്നു. പാവല്ല അത്. അതിന് ഞാനല്ലേ ഒരു സഹായത്തിനുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ എഞ്ഞി എടുക്കണത് ഞാന്. ഇന്ന് വൈകുന്നേരം വന്ന് നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാ. അതാ നല്ലത്. ഡോക്ടറെ കാണിക്കൊന്നും വേണ്ട, അതാണ് മാറിക്കോളൂ. ഇത് വരുമ്പോ 4 വേദന്റെ ഉള്ളിൽ കൊടുന്നാ മതി. ഞാനത് കുടിച്ചോണ്ട്. ഇനി അത് കുടിച്ചിട്ട് ഭേദമില്ലാന്നുണ്ടെങ്കിൽ അപ്പൊ പോവാ ആസ്പത്രിക്കൊക്കെ. അപ്പൊ നിങ്ങൾ അതൊന്നും വേണ്ട. എന്താ ചെയ്തോടി, ഞാൻ പോവാണ്. എന്നാ ഇജ്ജ് പോയിക്കോ. നോക്കി പോയിക്കോളുണ്ടോ വണ്ടിമ്മ. ഇനി പറക്കണ്ട അതേറ്റി. ആയിക്കോട്ടെ എന്നാ. ഓള് പറയുന്നല്ലേ ഉള്ളൂ. ഞാനാരാ വെറുതെ എന്നോട് ഇങ്ങനെ ഒരു കാര്യമില്ല. വെറുതെ ഒന്ന് ചോദിക്കാന് എന്തെങ്കിലുമൊക്കെ ഓൾക്ക് ചോദിക്കണ്ടേ, അതിന് വേണ്ടിട്ട്. ഇനിയിപ്പ ആരാ ഫോണടിക്കണേ? ഇപ്പൊ ഇരിക്കുന്നോടത്തുനിന്ന് മനസ്സിൽ നീക്കണം. സാബിറയാണല്ലോ വിളിക്കണേ. അല്ല സാബിറ പറയ്. എന്താ പാട്, സുഖല്ലേ? എന്ത് സുഖം, അങ്ങനെ പോണു. കൊഴപ്പൊന്നുമില്ല. ചായടി കഴിഞ്ഞാ? ഞാൻ ചായയും കടിയൊന്നും കുടിച്ചിട്ട് അതിന് എവിടുന്ന നേരം ചായയും കടിയൊക്കെ കുടിക്കാന്. എന്താ നിങ്ങക്ക് ചായ കുടിക്കാൻ നേരമില്ലാത്ത? ഈ പെരന്റെ ഉള്ളത്തെ പണിയോള് കഴിഞ്ഞ നേരം ഉണ്ടോ? നേരം വെളുത്ത് വൈകുന്നേരം വരെയും പണിയോള് തന്നെയാണ്. നിങ്ങളെ മരുവോളൊന്നും കൊടുക്കൂലേ? നിങ്ങൾ തന്നെ അല്ലേ ഇത് കൊടുക്കണത്?
ഓളെടുക്കും, ഓളെടുത്തന്നെ. ഓള് നേരം വെളുത്ത് കെട്ടി ഒരുങ്ങി ഞാൻ ഉണ്ടാക്ക ചായയും കടിയും കുടിച്ച് പിന്നെ കൊറേ കെട്ടി പൊയിഞ്ഞ് കൊണ്ടുപോവും ചെയ്ത് എന്നിട്ട് അവിടെ പോയിന്ന്. പക്ഷെ കാലിന്റെ മുട്ടയിട്ടാണെങ്കി നീച്ച് നടക്കാൻ ഇത് എന്തൊരു വേദന വെച്ചിട്ടാ. എന്നിട്ട് നിങ്ങൾ ഓലോട് രണ്ടാളോടും പറഞ്ഞില്ലേ വെജാത്തത്? ഓലോട് പറയൊക്കെ ചെയ്ത് ആര് കേക്കണ്. ഞാൻ കൊറേ രണ്ടാളോടും പറഞ്ഞു എന്റെ കാലിന്റെ മുട്ടേറ്റ് വെജ ഒന്ന് ഡോക്ടറെ കാണിക്കായിരുന്നു പറഞ്ഞപ്പോ രണ്ടാക്കും മെയിൻറ് ഇല്ല. നേരം വെളുത്തപ്പോ പണിക്ക് പോയി. ഓള് ഓഫീസിക്കാണെന്ന് പറഞ്ഞിട്ട് നേരം വെളുത്തേക്ക് കെട്ടി ഒരുങ്ങി ഓള് പോവുകയും ചെയ്തു. ഓൻ രണ്ടാളെ അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ഇതൊന്നും പറയണ്ട, ഞനക്കതൊരു പ്രശ്നാവും. എന്നാലും ഓലെ അങ്ങനെ വെറുതെ വിടാൻ പറ്റൂലല്ലോ, അതിന് തീരുമാനം ഉണ്ടാവണ്ടേ? അമ്മാടെ കുട്ടി ഒന്നും പറയണ്ട. നീ ഇജ്ജ് വരുന്നതും കൂടി ഇല്ലാതാക്കോള്. ഓനക്ക് ഇനി ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നീ ഓനയിന് എന്റെ നേരക്ക് വരും. ഓളെന്താ പറയണ വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ ഓനക്ക്. അപ്പൊ ഞാൻ ആരും അല്ലാതായിക്കും. എന്താ അപ്പൊ ചെയ്യാ? ഇനിയിപ്പൊ ഞാൻ സഹിക്കല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. എനിക്ക് വേറെ എവിടേക്കേലും പോവാണ്ടോ? അന്റെ അടുത്തൊക്കെ ഇപ്പൊ എത്ര കാണിച്ചിട്ടാ വന്ന് നിക്കുക. മകന്റെ അടുത്ത് നിക്കന്നെ അപ്പൊ എന്താ കാട്ടുക? എന്നാലേ ഞാൻ പിന്നെ വിളിക്കണ്ടേ, എന്തേലും ആവശ്യണ്ടേ വിളിക്കൊണ്ടു. ഞാൻ വിളിക്കണ്ടെന്ന് വെച്ചാളെ. കുഞ്ഞു കുറച്ചും കൂടി പണികളുണ്ട് ആ അടുക്കളയില്. സാധനം കൊടുന്ന് വെച്ചിട്ട് ഒന്നും ഒഴിച്ചു വെച്ചിട്ടില്ല ഓള്. ഞാൻ വന്ന് നോക്കുമ്പോ ഉണ്ടത് ആ കവറിലാ ഇട്ടവിടെ ഇരിക്കുന്നു. നീ പോയി അതൊക്കെ ഒന്ന് ഒഴിച്ചേക്കട്ടെ. എന്നാ ആയിക്കോട്ടെ എന്നാ. അവളെ കുറ്റം പറഞ്ഞപ്പോ ഇപ്പൊ എന്തൊരു സമാധാനം മനസ്സിന്. ഈ സാധനങ്ങൾ കൊടുന്നിട്ടൊന്ന് ഒഴിച്ചൊക്കെ പോലും ചെയ്തിട്ടില്ല ഓള്. നമുക്ക് പിന്നെ എന്ത് പണി ഈ പെരന്റെ ഉള്ളിലുള്ളത്? ഇന്നലെ വലിയ കടയിൽ ഓനെ കൊണ്ട് ഇതൊക്കെ കൂടെ കൊല്ലിച്ച് വെച്ചിട്ടുണ്ട്. എന്നുണ്ടല്ലോ ഒന്ന് ഒഴിച്ചേക്ക, അതിനും വേണം ഞാൻ. ജമീല, എന്താ മളെ എനക്ക് പണി? എന്റെ പണിയോളൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? നേരം വൈകുന്നേരമായാലും എന്റെ പണിയോളൊന്നും കഴിയൂല. ഇന്നലെ ഓനെ കൊണ്ട് വലിയ കടയിൽ കുറെ വേപ്പിന്റെലും കപ്പും അതും ഇതൊക്കെ കൊണ്ടിച്ച് വെച്ചിരിക്കണ്. എന്നാണ്ടല്ല അതൊക്കെ ഒന്ന് ഒഴിച്ചെക്ക, ആവും ചെജൂല. ഇനിയിപ്പൊ ഞാൻ തന്നെ ഒക്കെ എടുത്ത് നേരാക്കി വെക്കണം. അല്ല അപ്പൊ എന്റെ മരുവോളെവിടെ? ഓള് പണിയൊന്നും ചെയ്യൂലേ? ഓളൊന്നും ചെയ്യാനൊന്നും വരൂല. പിന്നെ ഞാൻ ഒന്നും പറച്ചിലുമില്ല. അത് ഇത് ചെയ്യാറിഞ്ഞിട്ട് അവനാന്റെ പേരും കൂടിയല്ലേ, അവനാ നേരാക്കണ്ടേ. അതും ചെയ്യൂല. ഈ വെജാത്ത ഞാൻ തന്നെ കിടന്ന് ഇങ്ങനെ ഇടങ്ങാറാവണേ 24 മണിക്കൂറും. എന്റെ മരോളേറ്റ് ആവണ്ടീന്ന് ഓളെ പേര് ചട്ടകം വെച്ച് പഠിപ്പിച്ചിട്ടുണ്ടാവും. അന്റെ മകം ഒന്നും പറയുന്നില്ല മളെ. ഓളും ഇത് കേട്ടുങ്ങാണ്ട് ഇങ്ങനെ നിക്കലാ. പിന്നെ ഓന് ഓളെ സൈഡ് തന്നെയല്ലേ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഓൻ കേക്കുവോ? അവൻ കേക്കൂല. പിന്നെ ഒരു മകനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുണ്ടാതെ നിക്കാണ്. നിന്റെ മകനൊക്കെ ആയൊക്കെ ഉണ്ട്. നിന്റെ സ്വഭാവം ശരിക്കും ഓനാണ്ടാ. ഓള് നേരത്തെ നീക്കൊന്നും ചെയ്യൂലേ? എന്നാ ഓൾക്ക് ആ പണിയോട് എടുത്തുകാൻ പോയാ പോരെ? നീച്ച് വരും. 8 മണിക്ക് ഓൾക്ക് ഓഫീസിൽ എത്തണം. 7:30 മണിക്ക് നീച്ച് വരും. ഓളെ കുളിയും ദേവാരൊക്കെ കഴിഞ്ഞ് ചായയോടും കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കി വെച്ച എന്തേലും ഉണ്ടെങ്കിൽ അത് കെട്ടിപ്പൊയിഞ്ഞ് കൊണ്ടുപോകും ചോദിച്ചു. അതന്നെ ഓളെ എന്നിട്ടും പരിപാടി. ഞാൻ എടങ്ങറായിക്കണ ഈ പെരന്റെ ഉള്ളിലത്തെ പണികളൊക്കെ എടുത്തിട്ട്. ഇതിപ്പോ പുറത്ത് പരിചയമില്ലാത്തൊരു ചെരുപ്പൊക്കെ കൊടുക്കണം. ആരാണ്? ഇതിപ്പോ വല്ലാത്തൊരു പുതുമയല്ലോ. ഇന്റോടൊക്കെ എന്റെ മരോള് നേരത്തെ നീച്ച് എല്ലാ പണിയോട് കേച്ചേക്കും. എനിക്ക് ഒരു പണി ഉണ്ടാവും എടുക്കാൻ. പിന്നെ എന്റെ മകൻ ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് അത് പോവൂല. ഞാൻ കണ്ടിഷ്ടപ്പെട്ടിട്ട് ഓൻ കെട്ടിയതാണ് കേട്ടോ. എന്റെ മകൻ അങ്ങനെയല്ലല്ലോ. അന്നെ ഒരു വിലയില്ലല്ലോ. ഓനക്ക് ഇഷ്ടപ്പെട്ടു, ഓൻ കൊടുക്കുന്നു. എന്നോട് എന്തേലും ചോദിച്ചോ? അതും ചോദിച്ചില്ല. എന്റെ മരുമകളൊക്കെ പോലെയുള്ള ഒന്നിനെ കിട്ടിയാ മതിയായിരുന്നു. അതിനവിടെ ഉമ്മാന്റെ സമ്മതവും ചോദിക്കാതെ ഓൻ പോയി പെണ്ണുണ്ട്, ഓനക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മളാരേലും എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിട്ട് ഓൻ സമ്മതിക്കും ചെയ്യൂല. അത് കാരണം ഞാൻ ഒന്നും മുണ്ടാൻ പോയിട്ടില്ല. ഉമ്മ, ഇജ് വന്നാ?
ഉമ്മ ഞാൻ നിങ്ങളേന്ന് ഇങ്ങനൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്രക്കൊന്നും വേണ്ടിയില്ല. എന്താ ഈ ഇങ്ങനൊക്കെ പറയണി? എന്താണ്? ഞാനേ എന്റെ ഉമ്മാനെ പോലെ ഞാൻ നിങ്ങളെ കണ്ടിരുന്നത്, പക്ഷെ നിങ്ങൾ ഇന്ന മോളെ പോലെ കണ്ടിട്ടില്ല. എന്റെ വെറും തോന്നലേനത്. ഇക്ക് അവിടെ തെറ്റിപ്പോയി. എന്താ ഇജ്ജ് എന്തിനാ ഇമ്മാനെ കൊണ്ട് ഇങ്ങനെ ഇടങ്ങാറാക്കിട്ടിച്ചത്? ആ പാവത്തിന് കാലിന്റെ മുട്ടില് വേദന ഒക്കെ അല്ലേ? അതിനൊക്കെ എന്റെ മരോളെ കണ്ടു പഠിക്കണം. എന്നെ കൊണ്ട് ഒരു പണിയോളും എടുപ്പിക്കൂല. എന്താ നിങ്ങളെ മരോള് ചെയ്യണത്? നിങ്ങളെ തലയിലേറ്റ് നടക്കുന്നുണ്ടോ? പിന്നെ ഇത് ഞങ്ങളെ കുടുംബക്കാരിയാണ്, അതിൽ നിങ്ങളെ ഇടപെടാൻ വരണ്ട. ഇടപെട്ടിട്ടുണ്ടെങ്കിലേ എന്റെ സ്വഭാവം ശരിക്കും നിങ്ങൾക്ക് അറിയൂല. അത് വെറുതെ ഞാൻ തമാശയിൽ ഇങ്ങനെ പറഞ്ഞാ മോളെ, ഇജ്ജ് കാര്യാക്കല്ലേ. എന്ത് വെറുതെ അമ്മ? ഞാൻ എന്ത് തെറ്റങ്ങൾക്ക് ഞാൻ ചെയ്തത്? അത് നിങ്ങൾ പറഞ്ഞിരി എനിക്ക്. ഇത്രയൊക്കെ ഞാൻ നിങ്ങളെ നോക്കിയിട്ടും നിങ്ങൾക്ക് ഇതാണല്ലോ എനിക്ക് തരുന്നത്. പിന്നെ താത്ത, എന്റെ അമ്മ പറയണതേ നോണയാണ് എന്നുള്ളത് ഇമ്മാക്കും ഇക്കും നന്നായിട്ടറിയാം. നിങ്ങൾ ഇതില് നോണയും കണി ഉണ്ടാക്കാൻ നിങ്ങൾ വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ അമ്മ പറയുന്നുണ്ടെങ്കിലും ഒന്ന് തിരുത്തി കൊടുക്കായി നിങ്ങൾക്ക്. അത് നിങ്ങൾ ചെയ്തില്ല. അപ്പോഴും എന്റെ കുറ്റാണ് നിങ്ങൾ രണ്ടാളും കൂടി നിന്ന് പറയുന്നത്. നിങ്ങളെക്കൊന്നും ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും കാലം ഞാൻ അയൽവാസികളെ പോലെ ഞാൻ കണ്ടിട്ടില്ല. എത്ര നല്ല പോലെ നിങ്ങളായിട്ട് ഞാൻ പെരുമാറിയിട്ടുള്ളത്. പക്ഷെ നിങ്ങളൊക്കെ എനിക്ക് തരുന്നതോ? ഇനിയിപ്പോ എന്തായാലേ അമ്മായിമ്മയും മരോളായിട്ടും കഴിഞ്ഞാ മതി, ഉമ്മയും മകളായിട്ട് കഴിയണ്ട. ഇനി എന്നെ കൊണ്ട് അതിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് രാവിലെ പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ പോന്നില്ലല്ലോ. നിങ്ങൾ ആരോടൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ എന്റെ കുറ്റം? ഇവരോട് ഇങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ കുടുംബത്തിലെ എല്ലാവർക്കും നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. വിശ്വസിക്കണ്ട എന്നെ പറ്റിയിട്ട്. പക്ഷെ എന്നെ പറ്റിട്ടേ ഇക്കാക്ക് നന്നായിട്ട് അറിയാം, എന്റെ സ്വഭാവം എങ്ങനെയാണെന്നും ഒക്കെ. ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല മങ്ങളെത്തുന്നു. നന്ദിയുണ്ട് എന്നെ എങ്ങനെയാണല്ലോ നിങ്ങൾ കാണുന്നത് എന്നുള്ളതില്.